മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി നന്നായിട്ട് വളരാനും അതുപോലെ മുടിക്ക് കറുപ്പ് നിറം കിട്ടാനും അകാലനരയൊക്കെ മാറാനും ഒക്കെ പറ്റിയൊരു ഹെയർ ഓയിലാണ് ഇന്ന്. വീട്ടിൽ കിട്ടാവുന്ന ചേരുവകൾ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് ഈ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത്. ആദ്യം ഞാൻ ഒരു 4-5 ചെമ്പരത്തിയുടെ പൂവ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുട്ടും എടുക്കാം. ഇനി വേണ്ടത് നീലയമരിയുടെ ഇലയാണ്. ഈ നീലയമരി ഇല നമുക്ക് എപ്പോഴൊന്നും കിട്ടൂല. അത് കുറച്ച് സമയം കഴിഞ്ഞാൽ അത് കൊഴിഞ്ഞു പോവും. ആ സമയത്ത് ഇതിന് പകരമായിട്ട് ഞാൻ കറിവേപ്പിലയാണ് എടുക്കാറുള്ളത്. ഇപ്പോൾ ഞാൻ കറിവേപ്പില ഉപയോഗിക്കുന്നില്ല, നീലയമരിയാണ് എടുക്കുന്നത്. ഇനി വേണ്ടത് മൈലാഞ്ചിയുടെ ഇലയാണ്. മൈലാഞ്ചി ഇലയും ഒരു പിടി എടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ കയ്യിലുള്ളത് കറ്റാർവാഴയാണ്. കറ്റാർവാഴയുടെ ഒരു 2 തണ്ടും കൂടെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കി എടുക്കുന്നത് നല്ലതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഹെയർ ഓയിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. ഇതിൻ്റെ കൂടെ 4 നെല്ലിക്കയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ഉലുവയാണ്. അതൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. നെല്ലിക്ക കട്ട് ചെയ്ത് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് അതിൻ്റെ കഷ്ണങ്ങൾ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഉലുവയും ചേർത്ത് കൊടുക്കുക. ഇനി വേണ്ടത് അലോവേരയാണ്. അലോവേര ഒരു അരമണിക്കൂർ മുന്നേ ഞാൻ അതൊന്ന് അതിൻ്റെ ആ ഒരു മഞ്ഞ ലിക്വിഡ് ഉണ്ടല്ലോ അത് കളഞ്ഞെടുത്തതിന് ശേഷം അതിൻ്റെ ജെല്ല് മാത്രം എടുത്തിട്ടുള്ളൂ. അലോവേര നന്നായിട്ട് കഴുകി കട്ട് ചെയ്തിട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ അതിൻ്റെ ആ ഒരു ജെല്ല് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി ഇതിലോട്ട് തുളസി വേണമെങ്കിൽ ചേർക്കാം, പനിക്കൂർക്ക ചേർക്കാം, ചെറിയ ഉള്ളി, ഇങ്ങനെയുള്ള നമ്മളെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ ചേർക്കാം കേട്ടോ. ഞാൻ ഓരോ സമയത്തും നമുക്ക് എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ടാണ് ഞാൻ ഈ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത്. ഈ നീലാമരിയ നമുക്ക് എപ്പോഴും കിട്ടൂല. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഈ തുളസിയും കറിവേപ്പില പനിക്കൂർക്ക ഇതൊക്കെ ചേർത്തിട്ടുണ്ടാക്കുക. ഇനി ഒരു ഇരുമ്പ് ചട്ടിയിൽ 1/2 ലിറ്ററിന് മുകളിൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച കൂട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ തീ ഓണാക്കി വെച്ചിട്ട് അതങ്ങനെ മെല്ലെ തിളക്കാൻ അനുവദിക്കുക. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതൊരു ബ്രൗൺ കളറിലേക്ക് മാറും. അതുപോലെ അതിൻ്റെ തിളയൊക്കെ ഒന്ന് നിൽക്കും. ആ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. വല്ലാതെ കരിയുന്നതിന് മുന്നേ തന്നെ അത് ഓഫ് ചെയ്യണം. ഇനി തണുത്തതിന് ശേഷം അരിച്ച് കുപ്പിയിലാക്കി സൂക്ഷിച്ചു വെക്കാം. നീലയമരി ചേർത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ കളറ് ഒരു കറുത്ത കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് മുടിക്ക് ഏറ്റവും നല്ലതാണ്. ഉറക്കക്കുറവുള്ളവർക്ക് ഏറ്റവും നല്ലതാണ് ഈ ഒരു എണ്ണ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.